ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എവിടെ പോയിരിക്കണെന്നറിയോ? ഞാൻ എൻ്റെ വീട്ടിലാട്ടാ. ഞാൻ ഇന്നലെ വൈകിട്ട് കുട്ടികൾ രാവിലെ തുടങ്ങും ഉമ്മമാടിക്ക് പോവാ ഉമ്മമാടിക്ക് പോവാന്ന് പറയല്. അപ്പം ഞാനങ്ങനെ അവരേനെയും കൊണ്ടിട്ട് വീട്ടിലേക്ക് പോയതാട്ടാ. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഒരു മഴക്കാറൊക്കെ പോലെയല്ലേ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. മൂടി കെട്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെയൊക്കെ ഇപ്പോൾ എന്താ പറയുക, വെയിലും ഇല്ല മഴയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആകെ മൂടി കെട്ടിയിട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്നിട്ട് വേഗം പോന്നു. പിന്നെ വേഗം ഇരുട്ടാവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ വേഗം പോന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ്. രാവിലെ നമുക്ക് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കാനുള്ള വെപ്രാളത്തിലാട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. 5:15 ആകുമ്പോൾ 5 മണി 5:15ൻ്റെ ഉള്ളിൽ ഞാൻ എണീക്കും. എണീറ്റിട്ട് ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കറി നൂൽപുട്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നൂൽപുട്ട് ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രിപ്പ് തന്നെ കേട്ടോ ഉണ്ടാക്കിയുള്ളൂ. 3 തട്ടിലും പിന്നെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ അതിനൊരു പ്ലേറ്റ് കിട്ടുമല്ലോ നമുക്ക്, ഇഡ്ഡലി ചെമ്പിൽ, ആ ഒരു പ്ലേറ്റിലും ഉള്ളതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതന്നെ നമുക്ക് ധാരാളം കേട്ടോ. എന്നിട്ടും ആ പ്ലേറ്റിലുള്ളത് ബാക്കിയാണ് കേട്ടോ. ബാക്കിയുള്ളത് തന്നെയാണ് കഴിഞ്ഞുള്ളൂ. കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഇങ്ങനെ നമ്മൾ ആക്കി വെച്ചിരിക്കുകയാണ്. ഫുള്ളും ഇതുപോലെ നൂല് ചുറ്റി വെച്ചേക്കാണ്. ഇനി ചോറ് ഞാൻ അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് കുക്കറും ഉണ്ട്. അത് കാരണം ഗ്യാസ് ഒഴിവില്ല. അപ്പോൾ അപ്പത്തേനും എല്ലാം ഞാനിതുപോലെ നൂല് ചുറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് കുറേ ഈ 2 എണ്ണം വെച്ചിട്ട് ആവി കയറ്റി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പണികൾ എളുപ്പമാണല്ലോ. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എളുപ്പത്തിൽ പണികൾ ചെയ്യാം. എത്രയും വേഗം എങ്ങനെ പണികൾ കഴിക്കാൻ പറ്റുക വെച്ചെങ്കിൽ അതെല്ലാം നമ്മൾ നോക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ കുട്ടികളെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ പോകണമല്ലോ. അപ്പോൾ ഗ്യാസൊക്കെ ഒഴിവായപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഇഡ്ഡലി ചെമ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായയൊക്കെ വെക്കണം. അപ്പോൾ ചായ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയും എണീറ്റ വശം നമ്മൾ ചായ തന്നെ വെക്കുക. അപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൽ ചായയാണ് കേട്ടോ ഇന്നലെ ഞാനൊരു പാക്കറ്റ് പാൽ വാങ്ങിച്ചപ്പോൾ ഇന്നലെ കുറച്ച് പാലെടുത്തിട്ട് ഇന്നലെ ചായ ഉണ്ടാക്കി. ബാക്കിയുള്ള പാൽ കൊണ്ടാട്ടോ അപ്പോൾ ഇന്ന് ചായ വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇഷമോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ നേരത്തെ വേഗം പോയി പല്ല് തേക്കലും ഡ്രസ്സ് മാറലും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാൻ വന്നിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ഞാനിനി വെള്ളത്തിൽ വെച്ച് ചൂടാക്കി കൊടുക്കണം. പിന്നെ ഇഷമോൾക്ക് ഇന്ന് ഭക്ഷ്യമേള എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് സ്കൂളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആ മിക്സിയുടെ അടുത്ത് എടുത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി അതൊക്കെ അരയ്ക്കണം. ഇവരെ കൊണ്ടാക്കി വന്നതിന് ശേഷം വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് കമൻറ്റ് അയക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഒരു നദീറ എന്ന് പറഞ്ഞിട്ട് താത്തയാണോ എന്നറിയില്ല. നദീറ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീട് വേഗം ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക. ആരുടെ ദുആയാണ് പടച്ചോൻ സ്വീകരിക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കും എൻ്റെ ഫാമിലിക്കും കുട്ടികൾക്കും റഷിക്കാക്കും വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യാം കേട്ടോ. നമുക്കൊരു വീടുണ്ടാവാനും കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ എല്ലാം ശരിയാവാനും, കടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കും. അപ്പോൾ അതൊക്കെ മാറാനും കടങ്ങളൊക്കെ വീടാനും ഒക്കെ എല്ലാവരും ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക കേട്ടോ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നമ്മൾ ഇത്രയും അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദുആ ചിലപ്പോൾ പടച്ചോൻ സ്വീകരിച്ചാലോ. അപ്പോൾ നിങ്ങളുടെ നിസ്കാരത്തിന് ശേഷം എന്നെയും കൂടിയും അതിൽ ഉൾപ്പെടുത്തുക ദുആയിൽ. അപ്പം നമ്മൾ ഇനി ഇഷമോൾക്കുള്ള കലത്തപ്പമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൂൽപുട്ടും ഒക്കെ ആയി. ചോറ് വെച്ചിട്ട് കുഞ്ഞുവിന് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് മീൻ കറിയാണ് കേട്ടോ അവൻ കൊണ്ടുപോകുന്നത്. ഇന്നലെ നമ്മൾ മാന്തൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാന്തൽ കറി ചൂടാക്കിയിട്ടും പിന്നെ മീൻ വറുക്കാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതൊക്കെ വറുത്തിട്ട് അവന് പാത്രത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കി വയ്ക്കാം. കലത്തപ്പം ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇഷമോളേനെയും ആച്ചൂട്ടിനെയും വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പാത്രം കൂടി കഴുകാണ്ട് കേട്ടോ. അതൊക്കെ കഴുകി വെച്ചിട്ട് വേണം ഇനി പോകാൻ. അപ്പത്തേനും ആ സമയമാവും കേട്ടോ. 8 മണിയാവും. അവരെ വിളിക്കേണ്ട ടൈം ആവും കേട്ടോ. അപ്പം ഞാനിതാ കുക്കറിൽ എണ്ണയും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിട്ടിട്ട് പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അത് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ അതിലേക്ക് ചുമന്നുള്ളി ഉണ്ടല്ലോ, അത് അരിഞ്ഞ് വെച്ചതും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട്. അണ്ടിപ്പരിപ്പൊന്നും ഇടണമെന്നില്ല, നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തേക്കണതല്ലേ, കുറേ കുട്ടികളും ടീച്ചർമാരൊക്കെ കഴിക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി അരിഞ്ഞത്
അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അത് ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ മാത്രമായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ശർക്കരപ്പാവും പിന്നെ അരി അരച്ചിട്ട് ശർക്കരപ്പാവ് ആക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ടുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ എനിക്ക്. അത് പിന്നെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതാണ് പിന്നെ ഞാൻ കൂടുതലായിട്ട് എടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കുക്കർ നല്ലോണം ചൂടായിട്ടിരിക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേണം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്തത് തന്നെ നമ്മുടെ ആ ഉള്ളിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും ഒക്കെ മുകളിലേക്ക് പൊന്തി വരും കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ച് പിന്നെ അതിന് മേലെ വിതറാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതാ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ മേലേക്ക് പഴം വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ പഴം താഴത്തേക്ക് പോവുള്ളൂ. പഴം മേലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുറിച്ച് ഇഷമുള്ള പാത്രത്തിലാക്കി കൊടുക്കാം. അപ്പോൾ ഇഷമോള് പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താലും കൂട്ടും കേട്ടോ. ചൂടാറിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ എടുക്കുമ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞ് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കലത്തപ്പം കൊടുത്തേക്കുണ്ട് അമ്മച്ചി, അവൾക്ക് 2-3 കഷ്ണം കൊടുത്തേച്ചാൽ മതി, എല്ലാ കുട്ടികളും കൊണ്ടുവരണതല്ലേ, അപ്പടിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞ് പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് ഇതേപോലത്തെ പീസുകൾ ഒരു 3 കഷ്ണം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് എല്ലാ പിള്ളേരും കൊണ്ടുവരുമല്ലോ. അപ്പോൾ പിന്നെ ഇത്ര തന്നെ ആവശ്യമുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിയപ്പാട്ടാക്കി കൊടുത്തത്. അന്ന് ആ ചുട്ടനും ഇവളെ സ്കൂളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ രണ്ടാളും ഉണ്ണിയപ്പാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇപ്രാവശ്യം കലത്തപ്പാട്ടോ കൊണ്ടുപോകണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. ഇതുപോലെ പഴമൊക്കെ വെച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാട്ടോ. ഒന്ന് ചൂടാറി കഴിഞ്ഞ് കട്ടൻ ചായയും ഈ കലത്തപ്പം കൂടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇതാ ഇഷമോൾക്കുള്ളത് ഞാൻ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവളതിനെ ഒരുക്കണം, അവളതിനെ പറഞ്ഞേക്കണം. അങ്ങനെ പിന്നെ ഇന്ന് അവർക്ക് നമ്മുടെ ടൗണിലേക്ക് വേണം അവളതിനെ ആക്കി കൊടുക്കാൻ. ഇവിടെ റോഡ് പണി നടക്കണ കാരണം അങ്ങോട്ട് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ടാണ്. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷമാണ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞത്. ഇനി എന്താ പറയുക, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നാളത്തെ വീഡിയോയിൽ മത്തി വെറ്റിച്ചൊരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മത്തി ഞാൻ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഇനി അത് ഉണ്ടാക്കണം. അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. മത്തി വെറ്റിച്ചത്, ഒരു വെറൈറ്റി മത്തി വെറ്റിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ടാറ്റ ബൈ.